Hi all, magic morning. Magic morning. Okay. ഇന്ന് നല്ലൊരു ലൈവ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു എല്ലാവരും. ഫസ്റ്റ് Magic morning. നിങ്ങൾക്കൊരു പറയാമോ ഇന്നത്തെ മെഡിറ്റേഷനെ കുറിച്ചിട്ട് ഫീഡ്ബാക്ക് പറയാമോ അല്ലെങ്കിൽ ഒരാള്? നല്ല മെഡിറ്റേഷൻ ആയിരുന്നു മോളെ. സൂപ്പർ. ഓക്കെ, താങ്ക് യു സിന്ധു മാം. ലൈവ് മെഡിറ്റേഷൻ കിട്ടിയിട്ട് കുറേ ആയി. നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. റിലാക്സ് ഉണ്ട്. ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് ഇന്ന് മൈ സ്റ്റോറി പറയാൻ ഇവിടെ ദിവ്യ മാം റെഡി ആയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാമിനെ അതിലേക്ക് മൈ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങൾ മാക്സിമം പറ്റുന്നവർ വീഡിയോ ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, പറ്റുന്നവര് വീഡിയോ ഓൺ ചെയ്ത് തന്നെ ഇരിക്കാം. അപ്പൊ ഇന്നത്തെ നമുക്ക് മൈ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് ദിവ്യ മാം റെഡി ആയിട്ടുണ്ട്. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ദിവ്യ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാണ്. അപ്പോ ഇന്ന് വിമാജിക്കില് ഇങ്ങനൊരു സ്റ്റോറി പറയാനായിട്ട് എനിക്ക് അവസരം തന്ന എല്ലാവർക്കും നന്ദി. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷങ്ങളിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ കഥ ആരംഭിക്കുകയാണ്. അപ്പോൾ എൻ്റെ ജീവിതകഥ എന്ന് പറയുമ്പോൾ വലിയൊരു കഥയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ബാല്യകാലം മുതലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ 1985 ഞാൻ ജനിച്ചത്. ഞങ്ങളുടെ വീട്ടില് 4 കുടുംബ അംഗങ്ങളായിരുന്നു. ചേട്ടനും 5 വയസ്സ് മൂത്ത, എന്നെക്കാൾ 5 വയസ്സ് മൂത്ത ജ്യേഷ്ഠനും ഞാനും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബം. കുഴപ്പമില്ല, സന്തോഷകരമായ ഒരു കുടുംബമായിരുന്നു. അങ്ങനെ ചേട്ടന്റെ കൂടെയുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു 4 വർഷം ത്തോളമാണ് ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നീട് ചേട്ടൻ ഓരോ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി പഠിക്കാൻ വേണ്ടിയിട്ട്. JTSC പോയി, അതിനുശേഷം ശ്രീരാമ പോളിടെക്നിക്, അത് കഴിഞ്ഞ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അത് കഴിഞ്ഞ് എന്താ പറയാ ഗുജറാത്തിലെ കച്ചില് 2002 വരെ എത്തി. അങ്ങനെയായിരുന്നു ചേട്ടന്റെ ഒരു എന്താ പറയാ ജീവിത സപര്യ. പക്ഷെ ഞാൻ എന്ന് പറയുന്നത് ബാല്യകാലം മുതലേ തന്നെ അധികം ആരുമായിട്ടും കൂട്ടുകൂടാത്ത ഒരു ഇതിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. അച്ഛൻ എന്ന് പറഞ്ഞത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു ജീവിത രീതിയിലായിരുന്നു ഞങ്ങളെല്ലാം പരിപാലിച്ചു പോയിരുന്നത്. അപ്പോ എന്താ പറയാ, ആദ്യം വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഒരു 3-3.5 വയസ്സ് തുടങ്ങി എന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകായിരുന്നു. അപ്പോ ഗുരുനാഥ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ എനിക്ക് കാണിച്ചു തന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു ബേബി ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3.5 വയസ്സുള്ളപ്പോൾ തുടങ്ങി എന്നെ കൊണ്ടുപോകും സ്കൂളിലേക്ക്. അപ്പൊ ടീച്ചർ എൻ്റെ ചോറ്റുപാത്രമൊക്കെ പിടിച്ച് എന്നെ കൊണ്ടുപോകും. ഞാനൊരു തോൾസഞ്ചിയൊക്കെ ആയിട്ട് ടീച്ചറുടെ കൂടെ പോകുന്നതും വരുന്നതും ഒക്കെ ടീച്ചറുടെ കൂടെയാണ്. അപ്പൊ ടീച്ചറുടെ കൂടെയുള്ള ഒരു സമയം എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള ഒരു സമയമായിരുന്നു. വളരെ സന്തോഷമുള്ള സമയമായിരുന്നു. അതർവൈസ് ഞാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ അധികം എന്നെ കളിക്കാൻ വിടുവോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. എനിക്കും 2-3 കൂട്ടുകാരൊഴിച്ച് എനിക്ക് അധികം കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ബാല്യകാലം ആ രീതിയിലാണ് പോയിരുന്നത്. അതിനുശേഷമാണ് കൗമാരത്തിലേക്ക് വന്നത്. കൗമാരത്തിലേക്ക് വന്നപ്പോഴും അതേ ഒറ്റപ്പെടൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്ന് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ നല്ലൊരു ബോണ്ട്നെസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കണം എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. കാരണം ഒരു പറയപ്പെടാത്തൊരു ഭയം എന്നിൽ നിഴലിച്ചു നിന്നിരുന്നു.
അപ്പോ ഞാൻ വീടിന്റെ തൊട്ടടുത്ത് ഒരു അമ്പലമുണ്ട്. അപ്പൊ ആ അമ്പലത്തിൽ ഞാൻ സ്ഥിരമായിട്ട് പോകും. പള്ളിയിൽ ഭഗവതി ക്ഷേത്രം, ആ അമ്പലത്തിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. അപ്പോ സ്ഥിരമായിട്ട് പോകുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ചു വിടണേന്നാണ് ഭഗവാനോട് പറഞ്ഞിരുന്നത്. ഒന്ന്. രണ്ടാമത്തത്, വളരെ ദൂരേക്ക് എന്നെ കല്യാണം കഴിച്ചു വിടണേ. അപ്പോ അച്ഛനും അമ്മയും ഒക്കെ അടി കൂടുമ്പോ എന്നെ വിളിപ്പിക്കില്ലല്ലോ, അത്രയും ദൂരത്തേക്ക് എന്നെ കല്യാണം കഴിച്ചു വിടണേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. സത്യം പറഞ്ഞ യൂണിവേഴ്സ് ആണോ ദൈവമാണോ എന്നറിയില്ല, അത് കേട്ടു. ഇപ്പൊ ഇവിടം വരെ എത്തി എന്ന് പറയാൻ. അപ്പോ അങ്ങനെ ആ സമയത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എഴുതുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു. കാരണം എനിക്ക് ആരും കൂട്ടില്ല. പക്ഷെ ഒരു സീരിയസ്നെസ് ആയിട്ടൊരു ഉള്ളൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊന്നും അന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു കുഞ്ഞു നോവലുകളും അതുപോലെ എന്താ പറയാ കഥ പുസ്തകങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ആ സമയത്ത് വായിച്ചിരുന്നത്. അങ്ങനെ എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആയി. SN കോളേജില് ഡിഗ്രി കംപ്ലീറ്റ് ആയി. 19ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോ വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഞാൻ എൻ്റെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്തു. അപ്പോ ഈ 19ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഒട്ടും മെച്യൂർഡ് അല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോ അതേസമയം എൻ്റെ ഹസ്ബൻഡ് വളരെ മെച്യൂർ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പോ പല കാര്യങ്ങളിലും അദ്ദേഹവും ഓരോ കാര്യം പറയുമ്പോഴും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻസ് ആണ് എടുത്തിരുന്നത്. അതുപോലെ സംസാരത്തിൽ പോലും വളരെ സ്ട്രിക്ട്നെസ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇവിടെ വന്നപ്പോ ഇവിടെയും ഇതാണോ പ്രശ്നം എന്ന് വിചാരിച്ചു. പക്ഷെ എന്താ പറയാ, ഡിഗ്രി കംപ്ലീറ്റ് ആക്കി. അദ്ദേഹം വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ MCOM കംപ്ലീറ്റ് ചെയ്തു. MCOM കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരു മകൻ ഉണ്ടായി. അതിനുശേഷം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ റിസൾട്ട് വരുന്നതിന് മുൻപേ തന്നെ ഇവിടേക്ക് പോന്നു, ഗുജറാത്തിലേക്ക് പോന്നു ആക്ച്വലി. അപ്പോ ഗുജറാത്തിലേക്ക് പോന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒരുപാട് സാമ്പത്തികമായ കുറച്ച് ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഇവിടെ വന്നപ്പോ ഒരു 4 ചുവരിനുള്ളിലായിരുന്നു എൻ്റെ ജീവിതം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭാഷ അറിയില്ല. അടുത്ത് ഒരു ചേച്ചി ഉണ്ടായിരുന്നു, കോട്ടയം ജില്ലയിലുള്ളതായിരുന്നു. അവരുടെ ഫാമിലി ആയിട്ട് മാത്രമായിരുന്നു ഞാൻ എന്താ പറയാ, ഞാൻ കൂട്ടുകൂടിയിരുന്നത്. ദിനചേട്ടൻ ഇത്ര വർഷമായെന്ന് പറഞ്ഞാലും ആൾക്ക് ഒരു മലയാളി അസോസിയേഷൻ ആയിട്ട് ഒരു ബന്ധമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നപ്പോഴും വീണ്ടും ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ ആകെ ഉണ്ടായിരുന്നത് ആ ചേച്ചിയായിരുന്നു. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ചേച്ചിയുടെ നാട്ടിലെ കഥകൾ പറയും, ഇവിടെ അസോസിയേഷനിൽ പോയ കഥകൾ പറയും. അങ്ങനെ എല്ലാവരെയും ഇൻഡയറക്ട്ലി പരിചയമുണ്ടെങ്കിൽ പോലും നേരിട്ട് പരിചയപ്പെടാനുള്ള സാഹചര്യങ്ങളോ ഞാൻ അവിടേക്ക് പോവുകയോ ചെയ്തിരുന്നില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു 4 വർഷക്കാലം ചേച്ചിയുടെ കൂടെയുള്ള എന്താ പറയാ, ഈ ഒരു കൂട്ടുകെട്ടിൽ ഞങ്ങൾ അങ്ങനെ ജീവിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഭാഷ പഠിച്ചില്ല എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ചേച്ചി വേറെ വീട് മാറിപ്പോയി. ഞാൻ വീണ്ടും ഒറ്റപ്പെട്ടു. അങ്ങനെ അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിന്റെ ഒരു തുടക്കം എന്ന് വേണം പറയാനായിട്ട്. എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന ഒരു തുടക്കം അന്നാണ് തുടങ്ങുന്നത്. അപ്പോ അതിനുശേഷം പിന്നെ ഞാൻ ഹിന്ദി പഠിക്കാനുള്ള ഒരു തത്രപ്പാടിലായി. കാരണം ഇനി എങ്ങനെയെങ്കിലും ജീവിക്കണം, ഇനിയിപ്പോ ആരുമില്ലേ കൂട്ടണ്ടില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. അങ്ങനെ മകനെ കുറച്ചുകൂടി വലുതാക്കി. അതിൻ്റെ ഇടയിൽ ഹിന്ദി പഠിക്കാനായിട്ട് കുറച്ച് എല്ലാവരായിട്ടും കൂട്ടുകൂടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാൻ ദിനചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊന്ന് BEd ചെയ്യണം. അപ്പോൾ ദിനചേട്ടൻ പറഞ്ഞു, ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ നിന്നെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. നാട്ടിലേക്ക് പൈസ അയക്കണം, പിന്നെ വീട്ടുകാര്യങ്ങൾ നോക്കണം, ഇതെല്ലാം ചെയ്യണം. അപ്പോൾ എനിക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് മാത്രമല്ല, പല കാര്യങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്
എനിക്കൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരവസ്ഥ എന്ന് തോന്നിയ സമയത്ത് വളരെ ദുഃഖിതയായിരുന്നു ആ സമയത്ത്. അപ്പൊ എനിക്ക് തോന്നി എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ആദ്യമായിട്ട് സ്വാമിനാരായൺ സ്കൂൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഒരു 3 കിലോമീറ്ററോളം ദൂരത്ത് സ്വാമിനാരായൺ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂവിന് പോയപ്പോ അവിടെ ഒരു പ്രിൻസിപ്പൾ മലയാളിയായിരുന്നു. ടീച്ചർ എന്ന് പറഞ്ഞാല് ചോദിച്ചത് അക്കൗണ്ടന്റിന്റെ വേക്കൻസിയിലാണ് എന്നെ എടുത്തതെങ്കിലും ഹിന്ദിയോ ഇംഗ്ലീഷോ ഫ്ലുവന്റ് ആയിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് റിജക്ട് ചെയ്യപ്പെട്ടു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എനിക്ക് ജോലി കിട്ടി. അങ്ങനെ ഒരു 4 വർഷക്കാലം ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജോലി ചെയ്തു. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജോലി ചെയ്ത സമയത്താണ് എനിക്ക് എന്താ പറയാ എങ്ങനെ കസ്റ്റമറുടെ അടുത്ത് ഡീല് ചെയ്യണം, അതുപോലെ എങ്ങനെ സംസാരിക്കണം, ഒരിടത്ത് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പഠിച്ചത് ഞാൻ അവിടെ നിന്നായിരുന്നു. അങ്ങനെ അവിടെ ആ സമയം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു സമയമായിരുന്നു. എല്ലാവരായിട്ടും കൂട്ടുകൂടുവാനും സംസാരിക്കാനും കഴിയുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ സന്തോഷമായിരുന്നു. അതിനുശേഷം ഞാൻ എനിക്കൊരു കൺസ്ട്രക്ഷൻ ഓഫീസിലേക്ക് ജോലി കിട്ടി. അപ്പോ വളരെ റിലാക്സ് ആയിരുന്നു അവിടെ. കൺസ്ട്രക്ഷൻ ഓഫീസിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, റിലാക്സ് ആയിരുന്നു. പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററോളം ദൂരെ പോകണം. അപ്പൊ ഒരു 3 കിലോമീറ്ററോളം ദൂരെ പോകണം എന്ന് പറയുമ്പോൾ മകനെ കൊണ്ടുപോകണം, സ്കൂളിൽ കൊണ്ടാക്കണം, ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിന്റെ ഇടയിൽ അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോ ഡേക്കറിന്ന് വിളിച്ചു കൊണ്ടുവരണം. ഇതെല്ലാ പ്രോബ്ലംസും കൂടി ആയപ്പോ എനിക്കൊരു വണ്ടി പഠിക്കണമെന്നൊരു ആഗ്രഹം വന്നു. അപ്പൊ ഞാൻ ദിൻചന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരു സ്കൂട്ടി പഠിക്കണം, എനിക്കൊരു സ്കൂട്ടി മേടിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ദിൻചേട്ടൻ പറഞ്ഞു, ഒരു സൈക്കിൾ പോലും അറിയാത്ത നീ എങ്ങനെ സ്കൂട്ടി പഠിക്കും, അതൊന്നും വേണ്ട, ഓട്ടോറിക്ഷയ്ക്ക് പോയി വന്നാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, പ്ലീസ് ചേട്ടാ, എനിക്കൊരു സ്കൂട്ടി പഠിക്കണം എന്ന് വല്ലാത്തൊരാഗ്രഹം. അങ്ങനെ ഞാനൊരു ലോണിന് ഒരു സ്കൂട്ടി എടുത്ത് അപ്പോ ആള് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു 3-4 ദിവസം കൊണ്ട് കുട്ടികൾ പഠിക്കും സ്കൂട്ടി. ഇവിടുത്തെ കുട്ടികളൊക്കെ ഒരു 3-4 ദിവസം കൊണ്ട് പഠിക്കും. ഓക്കെ ശരി. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് 4 ദിവസം അദ്ദേഹം എന്റെ കൂടെ വന്നു പഠിപ്പിക്കാൻ. ഞാൻ ഒന്നും പഠിച്ചില്ല. ആള് കൊണ്ടുപോയി വണ്ടി പാർക്കിൽ വെച്ച്, ഇനി ഒന്നും നീങ്ങാത്ത അവസ്ഥ. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് കാര്യമില്ലല്ലോ, എന്തായാലും നമുക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തില് ഞാൻ തന്നെ സ്വന്തമായിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ മുന്നില് സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്, നല്ല സ്ലോപ്പ് ആയിട്ടുള്ള ഗേറ്റ് വരെയുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല സ്ലോപ്പാണ്. അപ്പോ ഇവിടെ നിന്ന് വണ്ടി ഉന്തി കൊണ്ടുപോകും, പാർക്കിങ്ങിന്റെ സൈഡിൽ നിന്ന് വണ്ടി ഉന്തി കൊണ്ടുപോകും ഗേറ്റിന്റെ അവിടെ വരെ. എന്നിട്ട് വണ്ടി ചാലു ആക്കാതെ, വണ്ടി ഓൺ ആക്കാതെ അതിന്റെ മേലെ ഇരുന്ന് ഷൂ എന്ന് പറഞ്ഞിട്ട് അടിയിലേക്ക് വരും. അപ്പൊ അങ്ങനെയാണ് ഞാൻ സ്കൂട്ടി പഠിച്ചത്. ആരുമില്ല, ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നത്. ആൾക്കാരൊക്കെ നോക്കൂട്ടാ, അതൊന്നും കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു എന്റെ കാര്യമല്ലേ വലുത്, ഞാൻ ഇനി നാട്ടുകാരെ നോക്കിയിരുന്നിട്ട് എന്താ കാര്യം. അങ്ങനെ ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ സ്കൂട്ടി പഠിച്ചു. അപ്പൊ എനിക്ക് ഇത്തിരി കോൺഫിഡന്റ് ആയി. ഞാൻ എൻ്റെ മകനെയും കൊണ്ട് സ്കൂളിൽ പോവാനും എനിക്ക് എന്താ പറയാ ഓഫീസിൽ പോവാനും ഒക്കെ എനിക്കൊരു സമാധാനമായി. അപ്പോ എനിക്ക് അവിടുത്തെ ജോലി എന്ന് പറയുന്നത് നല്ല റിലാക്സ് ആയിട്ട് എനിക്ക് തോന്നി. കുഴപ്പമില്ല, മകനെ നോക്കാം, എന്റെ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഇങ്ങനെ ഒരു കുറച്ചുകൂടി സാമ്പത്തിക നില മെച്ചപ്പെടുത്തണം, കുറച്ചും കൂടി നല്ലൊരു പാക്കേജിൽ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും വേറൊരു ഓഫീസിലേക്ക് ട്രൈ ചെയ്തു. അങ്ങനെ ആ ഓഫീസിലേക്ക് ട്രൈ ചെയ്തപ്പോ എന്താ പറയാ പല അവസരങ്ങളും കിട്ടി. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത ഒരു പാക്കേജിൽ എനിക്ക് ഒരു കമ്പനിയിലേക്ക് എനിക്ക് ജോലി കിട്ടി. അപ്പൊ ആ കമ്പനിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി, കാരണം അധികം ദൂരമില്ല. അപ്പോ പോയി വരാനും എല്ലാത്തിനും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്ന് കയറി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എന്റെ ആത്മാർത്ഥതയേക്കാൾ കൂടുതൽ പൊളിറ്റിക്സിന് ബന്ധമുണ്ടെന്ന് മനസ്സിലായ ഒരു നിമിഷങ്ങളായിരുന്നു. അറിയപ്പെടാത്ത ഒരുപാട് ആൾക്കാര് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ കൂടുതൽ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ വേറെ ഭയങ്കര ഒരു പൊളിറ്റിക്സ് അകത്ത് നടക്കുന്ന പോലെ തോന്നി. വീണ്ടും ഞാൻ മാനസികമായി എന്താ പറയാ താഴ്ന്നു തുടങ്ങി.
അപ്പോ അതിനിടയിലാണ് എനിക്ക് കാറ് പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോ നിഞ്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിഞ്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു കാറ് പഠിക്കണം എന്ന് വല്ലാത്ത ആഗ്രഹം. അപ്പൊ പറഞ്ഞു ഇപ്പൊ അതൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാലും വെറുതെ ഒന്നും എനിക്ക് പഠിക്കാൻ ഒരാഗ്രഹം. അങ്ങനെ ഞാൻ കാറ് പഠിക്കാൻ വേണ്ടിയിട്ട് പോയി ലൈസൻസ് എടുത്തു. ലൈസൻസ് എടുത്ത് കൊണ്ടുവന്നപ്പോ അപ്പൊ ആൾക്കും ഇൻട്രസ്റ്റ് ആയി. അപ്പൊ ആളും പോയി പഠിക്കാനായിട്ട്. ആള് വലിയ ലൈസൻസ് എടുത്തു, അങ്ങനെ ഒരു കാർ എടുത്തു. അപ്പൊ എനിക്കും ഒരു സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരുമിച്ച് പോവാം മൂന്നാൾക്കും കൂടി എന്നുള്ള ഒരു രീതിയിൽ. അപ്പൊ അതൊരു വളരെ സന്തോഷം. അപ്പൊ അതിനിടയിൽ ഈ ജോലിയുടെ കാര്യം വന്നപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയ ഒരു എന്താ പറയാ ഭയങ്കര പൊളിറ്റിക്സ് ആയിരുന്നു ഓഫീസിന്റെ അകത്ത്. ആരുമായിട്ടും യോജിക്കാത്ത ഒരവസ്ഥ എനിക്ക് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു പാക്കേജ് കൂടുതലാണ്, ആദ്യത്തെ ജോലിയായിരുന്നതിനേക്കാളും ഭേദം. കാരണം റിലാക്സ് ആയിട്ട് ജോലി ചെയ്യാൻ, കുടുംബകാര്യങ്ങൾ നല്ല രീതിയിൽ നോക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ വന്നു. എങ്ങനെ നോക്കിയിട്ടും സർക്കിൾ കംപ്ലീറ്റ് ആവുന്നില്ല എന്നൊരു ചിന്താഗതി എന്റെ മനസ്സിൽ വന്നു. ആ സമയത്താണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കോവിഡിന്റെ സമയമായത്. കോവിഡിന്റെ സമയമായപ്പോൾ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോ അതിൻ്റെ ഇടയ്ക്ക് ഓഫീസിൽ ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന, വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന, ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന കുറെ ആളുകൾ വരികയും പോവുകയും ചെയ്യുമ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യൻ ആണ്, മലയാളിയാണ് എന്നുള്ളൊരു ഇതില് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അവര് പറയുന്ന അതേ സ്പീഡിൽ എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് പലപ്പോഴും എനിക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും പഠിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ കോവിഡ് ആണ് സമയം. അപ്പൊ നമുക്ക് അവിടെ ഒരു മാസം ഇവിടെ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കമ്പനിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഗേറ്റിന് പുറത്തു പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അവിടെ വെച്ച് എന്താ പറയാ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആൾക്കാര് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്നേക്കാൾ മേലെയുള്ള ആൾക്കാർ, അതായത് എംടെക് ബിടെക്കിൽ പഠിക്കുന്ന കുട്ടികള്, IELTS പഠിക്കുന്ന കുട്ടികള് എല്ലാവരും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഉത്തരാഞ്ചല് തുടങ്ങി, പൂനെ തുടങ്ങി, ഹൈദരാബാദ് തുടങ്ങി, ചെന്നൈ തുടങ്ങി ഒരുപാട് കുട്ടികൾ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഞാൻ അതിൽ ജോയിൻ ചെയ്തു. വളരെയധികം നല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാല് കോവിഡ് എന്ന സമയം എനിക്ക് വളരെ റിലാക്സ് ആയിട്ട് പോയി എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ അങ്ങനെ പോയി. അതിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ചിന്ന ലക്ഷ്മി എന്നാണ് അവന്റെ പേര്. അവൻ എംടെക്കിന് പഠിക്കുകയായിരുന്നു ആ സമയത്ത്. അതിനുശേഷം ജോലി കിട്ടി. ഇപ്പൊ അവൻ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതും കൂടി കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോ അവൻ എന്ന് പറയുന്നത് ജീവിതത്തില് എന്റെ ജീവിതത്തിന്റെ ഒരു വലിയൊരു ഭാഗമായി മാറി. കാരണം ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്, മെഡിറ്റേഷൻ ചെയ്യേണ്ടതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എക്സസൈസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എത്രമാത്രം കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ ആള് പറഞ്ഞു തന്നത്. ആ ഒരു മെന്റൽ റിലാക്സേഷൻ കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചത് പോലും ആ ഒരു ഇതിൽ നിന്നാണ്, കോഴ്സിൽ നിന്നാണെന്ന് വേണം പറയാൻ. ഇപ്പോഴും ആളെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട് കാര്യങ്ങള്. ആളുടെ വിവാഹം കഴിഞ്ഞു, ഞാൻ ഗിഫ്റ്റ് ഒക്കെ അയച്ചു കൊടുത്തു. ഇപ്പൊ ഒരു മകളായി, നല്ലൊരു കൂട്ടുകെട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വന്നത്. അപ്പോ അങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യാൻ പഠിച്ചതും. പിന്നെ ജേണൽ എഴുതുന്ന കാര്യം, അതൊരു കാര്യം വിട്ടുപോയി. ഈ ജേണൽ ഞാൻ എഴുതാറുണ്ടായിരുന്നു കേട്ടാ. ചെറുപ്പത്തിൽ ഈ കൗമാരപ്രായത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അധികം ആരുമായിട്ടും കൂട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരുപാട് ടെൻഷനും വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. എനിക്ക് ഇത്രയും ടെൻഷൻ ആയിരുന്നു, എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ. പിന്നെ അപ്പോ അത് മാത്രമല്ല, അതിന്റെ കൂടെ എന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും എന്താ പറയാ എന്റെ വികാര വിചാരങ്ങൾ എല്ലാം ഞാൻ ആ പുസ്തകങ്ങളിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരുന്നു. ഒരുപാട് കുറച്ചൊക്കെ ക്രിയേറ്റീവ്സും ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ ഇതൊക്കെ തന്നു. കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോ അമ്മ ഒരു എന്താ പറയാ ഒരു പുസ്തകക്കെട്ടുകൾ മൊത്തം എടുത്ത് മറ്റേ ഇതിന്റെ തെങ്ങിന്റെ തടത്തിലിട്ട് കത്തിക്കുക. അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ ഇതെന്തത്? അപ്പൊ പറയാ
ഇത് കുറെ പുസ്തകങ്ങൾ നീ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നു, എന്താണെന്ന് ഒന്നും മനസ്സിലാവണില്ല, ഞാനൊക്കെ എടുത്തിട്ട് കത്തിക്കാം. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഹൃദയം തകർന്നു പോയി. കാരണം ഒരുപാട് എന്റെ ചിന്തകള് അതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് എന്റെ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്താന്നറിയില്ല, എല്ലാം കൂടി എടുത്ത് കത്തിച്ച്. സത്യം പറഞ്ഞ ആ സമയത്ത് കരയണോ ചിരിക്കണോ എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലെത്തി, ഒന്നും പറയാൻ പറ്റാത്ത. അപ്പൊ അങ്ങനെ ആ ഒരു ജേണലിന്റെ ഒരു ഓർമ്മ എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ ജേണൽ എഴുതുന്നതും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് പഠിക്കുന്നതും പിന്നെ മെഡിറ്റേഷനെ കുറിച്ച് പഠിക്കുന്നതും 2020-ലാണ്. അപ്പോ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. അപ്പോ അവൻ എനിക്ക് ഒരുപാട് നല്ല നല്ല വീഡിയോസുകൾ അയച്ചു തരും. ചേച്ചി ഇത് ചെയ്യണം, ദീദി എന്നാണ് എന്നെ വിളിക്കുക, ദീദി തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആളെല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരായിരുന്നു. അപ്പോ സത്യം പറഞ്ഞാൽ നല്ലൊരു വഴികാട്ടിയായിരുന്നു അദ്ദേഹം. ഇപ്പോഴും അങ്ങനെയാണ്. വല്ല സമയമില്ലാത്തത് കൊണ്ട് ഇടയ്ക്കൊക്കെ വിളിക്കും എന്ന് മാത്രം, എന്നാലും നല്ലൊരു വഴികാട്ടിയാണ് ഇപ്പോഴും. അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു പോയിരുന്നത്. അത് കഴിഞ്ഞ് എന്റെ ജീവിതത്തില് കുറെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാല് ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നില്ല എന്റെ ജീവിതത്തിൽ. അപ്പൊ ഞാൻ മിക്കപ്പോഴും വിചാരിക്കും, ഇങ്ങനെയൊക്കെ എത്തിയിട്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു ഡിസിപ്ലിൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഡിസിപ്ലിൻ വേണമെന്ന് തോന്നിയത് ബിമാജിക്കിൽ വന്നതിന് ശേഷമാണ്. അപ്പോ കാലത്ത് എണീക്കാനും, അപ്പോ അച്ഛൻ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അച്ഛൻ കൃത്യം 3:30-ക്ക് എണീക്കും. കാലത്ത് 3:30-ക്ക് എണീറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് നാമം ജപിച്ചതിന് ശേഷമാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ഒരു 4:30 ഒക്കെ ആവും. അപ്പൊ വിളിക്കും. അപ്പൊ ആ സമയത്ത് ഞാൻ കാലത്ത് എണീറ്റിരുന്നു, എല്ലാം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും. വിവാഹത്തിന് ശേഷം ഇവിടെ വന്നപ്പോ ആരും ചോദിക്കാനൊന്നും ഇല്ലാന്നായപ്പോ വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോ എനിക്ക് വേണ്ടി കുറച്ച് സമയം എന്ന് എനിക്ക് തോന്നിയത് 2020-ന് ശേഷമാണ്. സ്പെഷ്യലി ബിമാജിക്കിൽ വന്നതിന് ശേഷം ഡിസിപ്ലിൻ ആയിട്ട് എങ്ങനെ കൊണ്ടുപോകണം ജീവിതം എന്ന് എന്നെ പഠിപ്പിച്ചു. ഏറ്റവും അതിനേക്കാളൊക്കെ എനിക്ക് വളരെ ഇമോഷണൽ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എനിക്കൊരു കുടുംബമുണ്ട് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് ഞാൻ ബിമാജിക്കിൽ വന്നതിന് ശേഷമാണ്. കാരണം അതിനു മുന്നേ എന്റെ ജീവിതം എന്ന് പറഞ്ഞ ഒരു മെഷീൻ പോലെയായിരുന്നു. എന്തൊക്കെയോ ചെയ്യണം, പോണം, വരണം എന്നുള്ളതിന് അപ്പുറത്തേക്ക് പിന്നെ കുറച്ചൊക്കെ ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നിറവേറ്റണം എന്നതിനപ്പുറത്തേക്ക് എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കാനും എനിക്ക് വേണ്ടി എന്നെ എന്താ പറയാ പരിപാലിക്കാനും എനിക്ക് വേണ്ടി സമയം കുറച്ച് നീക്കിവെക്കാനും ഞാൻ തുടങ്ങിയത് ബിമാജിക്കിൽ വന്നതിന് ശേഷമാണ്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിരിക്കും. പ്രപഞ്ചം എന്തെങ്കിലുമൊക്കെ എനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പൊ ആരുമില്ലാത്ത ഒറ്റപ്പെടുന്ന ഒരു സമയം ഉണ്ടായപ്പോഴും എനിക്ക് ആ ഒരു ചിന്തയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കൂട്ടുകെട്ടുകൾ ഇല്ല എന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ വേദനിക്കാതെയായി. കാരണം അത് ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ ശീലിച്ചു വന്നതുകൊണ്ട്. അപ്പോ എന്താ പറയാ, ബിമാജിക്കിൽ വന്നതിന് ശേഷം എന്റെ ബിമാജിക്കിലെ അംഗങ്ങളല്ല എന്റെ കുടുംബമാണ് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്റെ ചേച്ചിമാര്, ചേട്ടന്മാര്, വലിയേട്ടന്മാര് എല്ലാവരും എനിക്കുണ്ട് എന്നൊരു തോന്നൽ എനിക്ക് വന്നു. ഞാൻ ഇന്ന് ഈ സമയം വരെ എന്താ പറയാ വളരെ സന്തോഷവതിയാണ് ഇപ്പോ. കാരണം ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടാത്ത ഒരു സന്തോഷം, ചെറുപ്പത്തിൽ എനിക്ക് കിട്ടാത്ത എന്താ പറയാ സ്നേഹം എനിക്കെല്ലാം ഇവിടെ നിന്ന് ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പോ ഇത് എന്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയാ ഒരു സ്വാർത്ഥത എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളെല്ലാവരും കൂടെ വേണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ആ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ആഗ്രഹമാണ്. നമ്മളുടെ ഈ കുടുംബത്തിനിടയിൽ നമുക്ക് ഒരു അസൂയയോ നെഗറ്റീവ് പോയിന്റ്സോ ഒന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും വന്നാൽ പോലും നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇങ്ങനെ ചിന്തിക്കണം, കാരണം നമ്മൾ ബിമാജിക്കിലെ അംഗങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്സ് കിട്ടുന്ന വേറൊരു ഫാമിലി ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ ശീലിച്ചതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ സന്തോഷം എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ ഒരുപക്ഷെ ചില സമയത്ത് ഞാൻ വീട്ടിലേക്ക് വിളിക്കില്ലേ, അമ്മയുടെ ഫോൺ വന്നു കഴിഞ്ഞാൽ പറയാം, അമ്മ ഞാൻ പിന്നെ വിളിക്കാട്ടോ. കാരണം എനിക്ക് അതിനേക്കാൾ കൂടുതലും പ്രാധാന്യം ഞാൻ ബിമാജിക്കിന് എന്ന കുടുംബത്തിന് കൊടുത്തു.
അതുപോലെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഈ കുടുംബം എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് ഓക്കെ, താങ്ക് യു സോ മച്ച് ദിവ്യ മാം. അപ്പോൾ ഇനി മാമിന്റെ സ്റ്റോറി നിങ്ങൾ എല്ലാവരും കേട്ടു. ഫീഡ്ബാക്ക് പറയാനുള്ള ടൈമാണ്. സിന്ധു മാം. ഹായ് ദിവ്യ, ഹലോ. എന്താ പറയാ, കുറച്ചൊന്ന് കണ്ണ് നിറഞ്ഞോന്ന് ചോദിച്ചാൽ നിറഞ്ഞു എന്നുള്ളത് പറയാം. കാരണം ദിവ്യ എന്നോട് ഒരിക്കലും വാക്ക് പറഞ്ഞു, ഞാൻ എന്റെ അമ്മയെ പോലെ സ്നേഹിക്കുന്നുണ്ട് സിന്ധുവിനെന്ന്. ആ വാക്ക് ഇന്നും എന്റെ മനസ്സിലുണ്ട്. അതങ്ങനെ തന്നെ പോട്ടെ. കഥ കേട്ടപ്പോ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതെന്താന്ന് വെച്ചാ, മോള് ആ ചെറുപ്പം മുതലേ ഉള്ള ആ ഒറ്റപ്പെടലിനെ നീ പേടിച്ചിട്ടാണ് നീ ലൈഫിലുടനീളം കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ആ പേടിയാണ് ഈ യാഥാർത്ഥ്യമായിക്കൊണ്ടിരുന്നത്. നമ്മളിങ്ങനെ എന്നും ഒറ്റപ്പെടും, ഞാൻ ഒറ്റപ്പെടാം. വിവാഹം കഴിഞ്ഞപ്പോഴും ആ ഒരു അവസ്ഥയിലേക്ക് വന്നത് നമ്മളുടെ ആ ഒരു ഫിയറാണ്. അതങ്ങനെ തന്നെ പോയി. ഇനി ആ ഫിയർ വേണ്ട. കാരണം ഒരു കുടുംബം തന്നെ നിന്റെ കൂടെ ഉണ്ട്. എല്ലാവരും നിന്റെ കൂടെ ഉണ്ട്. ഇപ്പൊ നീ ഒറ്റയ്ക്കല്ല. അങ്ങനെ മാത്രം നീ ചിന്തിച്ചാ മതി. ഇനി മോള് ലൈഫ് ഉടനീളം ആഗ്രഹിക്കേണ്ടത്, എനിക്ക് എല്ലാവരും ഉണ്ട്. ഏട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, വേറെയും കുറെ അമ്മമാരുണ്ട്, കുറെ ഫ്രണ്ട്സുകളുണ്ട്. അങ്ങനെ മാത്രം ചിന്തിച്ചാ മതി. എന്നും എന്റെ മോളെ ജീവിതത്തില് നല്ല ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ. എന്നും എന്റെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു മോളെ. താങ്ക് യു. താങ്ക് യു സിന്ധു മാം. ഷാമിനി മാം. ദിവ്യ, മോള് എപ്പോഴും പറയായിരുന്നു എനിക്കധികം കൂട്ടുകെട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്നൊക്കെ. പക്ഷെ ഒന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വിഷമത്തിലൂടെയും നീ ഓരോന്നോരോന്ന് പഠിച്ചെടുത്ത് സ്വയം വളരാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. എത്ര നെഗറ്റിവിറ്റി, എത്ര വിഷമങ്ങൾ ചുറ്റിൽ നിന്നപ്പോഴും അതിൽ നിന്നൊക്കെ മുന്നോട്ട് വരണം എന്ന് മോള് ശരിക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. അതിനുവേണ്ടി പ്രയത്നിച്ചു. അന്ന് മോളൊരു നല്ല തൊഴിൽപരമായിട്ട് ആയിക്കോട്ടെ, അറിവായിക്കോട്ടെ, ഇപ്പൊ ഇംഗ്ലീഷിലൊക്കെ കുറച്ചുകൂടെ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ ഫാമിലിയും നിനക്ക് കിട്ടി. നിന്നെ തിരുത്താനും നിന്നെ ചേർത്ത് നിർത്തുന്നതായ ബി മാജിക് എന്നൊരു ഫാമിലിയും മോള് നേടിയെടുത്തു. സത്യം പറഞ്ഞാൽ കിട്ടി എന്ന് പറഞ്ഞതിനേക്കാളും മോള് ഓരോന്നും നേടിയെടുത്തതാണ്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്. അപ്പൊ നല്ലൊരു ഇൻസ്പിറേഷൻ ഇതിലുണ്ട് കേട്ടടാ. അത് മനസ്സിലാവുന്നുണ്ട്. കാരണം വീണിടത്തന്നെ വീണ് പോയി എന്ന് തളർന്നിരിക്കാതെ ഓരോന്നും വേണം എന്ന് പറഞ്ഞുകൊണ്ട് മോള് നേടിയെടുത്തു. അപ്പൊ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ മോളുടെ ലൈഫില് ചേർന്ന് നിൽക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സിന്ധു. ഷാമിനി. ഉണ്ണികൃഷ്ണൻ സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നില്ലേ? എന്തായാലും നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ദിവ്യ മാമിന്റെ വാക്കുകൾ. ഏകാന്തമായുള്ള അന്തരീക്ഷത്തിൽ നിന്ന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ തന്നെ പല വീഴ്ചകളിലും തളരാതെ മുന്നോട്ട് പോയി ഇപ്പോൾ നല്ലൊരു കൂട്ടുകുടുംബത്തിലേക്ക് വന്നെത്തി അതിന്റെ സ്നേഹം എന്താണെന്നും അതിന്റെ ലാളനം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞതിലും നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാനും അതുപോലെ ഭാവി സുരക്ഷിതാക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എല്ലാവർക്കും നല്ലൊരു ഇൻസ്പിറേഷനായി കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഉണ്ണികൃഷ്ണൻ സർ. മേഘ മാം. ഹായ് ദിവ്യ, വളരെ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞു. ദിവ്യ പറഞ്ഞതിനകത്ത് ഒരുപാട് വലിയൊരു കഥയുണ്ടായിരുന്നു. സത്യത്തിൽ ചെറുതിലെ ഏകാന്തതയും വിഷമവും ഒക്കെ കുറെയൊക്കെ ഞാൻ അനുഭവിച്ചു. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ബുക്കുകൾ തന്നെയായിരുന്നു. ഞാനും ആവശ്യത്തോടെ എൻ്റെ എല്ലാ വിഷമങ്ങളും ഇപ്പോഴും എനിക്കതാ, ഏതെങ്കിലും ഒരു പുസ്തകം, ഏതെങ്കിലും ഒരു ബുക്ക് വായിച്ചില്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം എനിക്ക് പോക്ക് പോലെ. കാരണം ഏറ്റവും നല്ല കൂട്ടുകാരായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് പുസ്തകങ്ങൾ തന്നെയാണ്. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാം. ദിവ്യ നന്നായിട്ട് സൂപ്പറായിട്ട് പറഞ്ഞു.
ഒരുപാട് സങ്കടം അതിനുള്ളിലുണ്ട്. കാരണം നമുക്ക് ഇത്ര നിസ്സാരമായിട്ട് പറയാമെങ്കിലും ഓരോ കടമ്പ കഴിയുമ്പോഴും ഉണ്ടാവുന്ന അനുഭവിക്കുന്ന വിഷമങ്ങൾ, കൂട്ടുകാരില്ലാതെ വരുമ്പോൾ പറയാൻ ആരും ഇല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ വിഷമങ്ങളെല്ലാം ഇങ്ങനെ കടിച്ചു പിടിക്കേണ്ടി വരുമ്പോൾ, അത് പങ്കുവയ്ക്കാൻ ആരും ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം അത് ഒരുപാട് ഇതാ. ഇപ്പൊ വിദ്യക്ക് കിട്ടിയത് പോലെ എനിക്കും കിട്ടിയിരുന്നു ഒരു ഫ്രണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തെ തിരിച്ചു വിടാൻ പറ്റുന്നത് നല്ലൊരു സൗഹൃദം തന്നെയാണ്. ഒരുപക്ഷെ നമുക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ നമ്മെ മനസ്സിലാക്കാൻ നമുക്കൊരു പുരുഷ സുഹൃത്ത് ഒരുപാട് സഹായിക്കും. നമ്മുടെ വിഷമങ്ങള് പെട്ടെന്ന് മനസ്സിലാക്കാം. സ്ത്രീകൾ വിചാരിക്കുന്നത് എന്താ, എന്നെ പോലെയാണല്ലോ, എനിക്ക് പറയാൻ കുറെ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മെ മനസ്സിലാക്കാൻ നമുക്ക് നല്ലൊരു ഫ്രണ്ട് അത് പറ്റും. അതുപോലെ ഇമാജിനും ഒരുപാട് ഫ്രണ്ട് ദിവ്യക്കുണ്ട്. എനിക്ക് ആദ്യമേ ഞാൻ ദിവ്യയെ ശ്രദ്ധിക്കും. ദിവ്യ എഴുതിയിടുന്ന വാക്കുകൾ, ആ പുസ്തകങ്ങളുടെ ഷോർട്ട് കട്ടിങ് ഒക്കെ വളരെ നന്നായിരുന്നു. ഇനി മോക്ക് ഞങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് ഇയാളെ. ഓക്കെ. താങ്ക് യു മേഘ മാം. സേഫ് സർ. ഗുഡ് മോർണിംഗ് ടീം. ഗുഡ് മോർണിംഗ് ദിവ്യ. ഓക്കെ, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിരുന്നു. വെച്ചാല് നമ്മൾ അനുഭവിക്കാത്തെല്ലാം നമുക്ക് കഥകളാണെന്നല്ലേ. ഓക്കെ, നമ്മൾ അനുഭവിക്കാത്തൊക്കെ നമുക്ക് കഥകളായിരിക്കും. നേരത്തെ മേഘാമ്മ പറഞ്ഞതുപോലെ തന്നെ അനുഭവിച്ച ആളുകൾക്ക് മാത്രമേ എന്താണെന്ന് അറിയുള്ളൂ. എനിവേ, ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ പഠിച്ചു എന്നുള്ളതാണ്. ശരിക്ക് നമ്മുടെ ലൈഫിന് പറയുന്നത്, റോബിൻ ശർമ്മയ്ക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പറയുന്നത് വെച്ചാൽ നമ്മുടെ ലൈഫ് ഓഫ് പർപ്പസിലേക്ക് നമ്മുടെ ലൈഫ് നമ്മൾ എത്തിക്കുന്നുള്ളതാണ്. അതായത് ഇതിന്റെ ഒരു ഇൻഡെപ്തിൽ പറയുകയാണെങ്കിൽ, ഒരുപാട് ഇൻഡെപ്തിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ, ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഹീലിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കുറെ സ്റ്റോറികളുണ്ട്. ആ സ്റ്റോറിയിൽ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഒരു വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹീലിംഗിൽ പറയുന്ന സംഭവമാണ്. നമ്മളിങ്ങനെ സ്വർഗത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഭൂമിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് അനുഭവം വേണോ ആ അനുഭവം കിട്ടുന്നതിനുള്ള അച്ഛനെയും അമ്മയാണ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആക്ച്വലി നമ്മളാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു സ്റ്റോറി ആയിട്ട് അതായത് ഹീലിംഗിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയാണ് പറയാം. ഓക്കെ, ഇപ്പൊ എമിലി കോയുടെ ഒക്കെ പുസ്തകമുണ്ട്, യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന് പറഞ്ഞാൽ. ആ പുസ്തകത്തിലൊക്കെ പറയുന്ന സംഭവം എന്താ വെച്ചാൽ, ഇതേപോലെ നമ്മളാണ്. കാരണം ഞാൻ ഈ ഒരു പാരഗ്രാഫ് ആ പുസ്തകം വായിച്ച സമയത്ത് ഞാൻ പിന്നെ പുസ്തകം കണ്ടിന്യൂ ചെയ്തില്ലായിരുന്നു. കാരണം പിന്നെ എനിക്ക് അതിന്റെ ആൻസർ കിട്ടുന്നില്ല. എങ്ങനെയാണ് ഇത് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ചൂസ് ചെയ്തിട്ടുണ്ടാവുക? ആ ഒരു കൺഫ്യൂഷൻസ് എനിക്ക് ഉണ്ടായപ്പോൾ ഞാൻ പിന്നെ ആ പുസ്തകം വെച്ചു. കാരണം എനിക്ക് പല കാര്യങ്ങളിലും അത് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ അതിനെ കുറിച്ച് കുറെ പഠിച്ച സമയത്താണ് ഒരാൾ എന്നോട് പറഞ്ഞത്, ഇതാണ് അതിന്റെ റിയാലിറ്റി എന്ന്. അപ്പൊ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ദിവ്യ മാമൻ ഇങ്ങനെ സ്റ്റോറി പറയണമെങ്കിൽ ഈ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ലൈഫിൽ ഒരു സമയത്ത് നമുക്ക് ഉണ്ടായ തിരിച്ചറിവ് എന്താ, ബി മാജിക് പോലുള്ള കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയതിലൊക്കെ എനിക്ക് നല്ലൊരു എന്താ പറയാ, ഒരു സന്തോഷം ഫീൽ ചെയ്യുക. കാരണം ഒരുപാട് ആളുകൾക്ക് ബി മാജിക് കമ്മ്യൂണിറ്റി ഇതേപോലെ ഒരു നേരത്തെ പറഞ്ഞ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞതുപോലെ ഇതൊരു കുടുംബമായിട്ട് കണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ, നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്ന് പറയാനുള്ള ഒരാളുണ്ടാകുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. അപ്പോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമുക്കൊരു വലിയ സത്യം നമുക്ക് തിരിച്ചറിയാം. നമ്മളെ സാഹചര്യങ്ങളും നമ്മുടെ ഭാവിയും എല്ലാം സൃഷ്ടിച്ച് എടുക്കുന്നത് നമ്മളുടെ ചിന്തകളാണെന്നുള്ളത്. അപ്പോ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചാനലും ബാക്കിയുള്ള ചാനലും ആ കത്തിക്കപ്പെട്ടു പോയ ഒരു സംഭവം പറയുന്നുണ്ടല്ലോ അമ്മ, എനിക്കത് നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. ഞാൻ അത് കത്തി തീരേണ്ട ഒരു സംഭവമായിരുന്നു ലൈഫിലുള്ള ഏകാന്തമായുള്ള കാര്യങ്ങൾ. കാരണം അത് നമ്മളിങ്ങനെ എടുത്തു വെക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും നമ്മൾ ചിലപ്പോൾ അത് വീണ്ടും എടുത്ത് വായിച്ചേക്കാം. അപ്പൊ വീണ്ടും വായിക്കുമ്പോൾ നമ്മൾ ആ ഇമോഷൻസിലേക്ക് പോയേക്കാം. അപ്പൊ അതൊരു സാഹചര്യം കഴിഞ്ഞ് പോകുമ്പോൾ കത്തി പോവേണ്ട സംഭവം ആയതുകൊണ്ടാണ് കത്തിച്ച് കളഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യാ, അമ്മയോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. കാരണം അത് കത്തിപ്പോയി ലൈഫിൽ നിന്ന്. അത് ആ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിന് അങ്ങനെയാണ് കത്തി തീരണമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. സോ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് നമുക്ക് എഴുതി നേടാൻ പറ്റുന്നതാണ്. നമ്മളെപ്പോഴും നമ്മളെല്ലാവരും മനസ്സിലാക്കുക, ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ഞാൻ സ്ക്രിപ്റ്റിംഗ് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഫ്യൂച്ചർ നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അത് എഴുതുക മാത്രമല്ല, അത് എഴുതിയതിനു ശേഷം അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ബൈക്ക് പഠിക്കാൻ ആഗ്രഹിച്ച സമയത്ത് ബൈക്ക് പഠിക്കാൻ പറ്റി, അപ്പൊ വേണമെങ്കിൽ അത് പഠിക്കാൻ പറ്റാൻ തീരുമാനിക്കായിരുന്നു. കാറ് പഠിക്കണം ആഗ്രഹിച്ചപ്പോൾ കാറ് പഠിക്കാൻ പറ്റി, ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റി, കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റി, ഹിന്ദി പഠിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഹിന്ദി പഠിക്കാൻ പറ്റി, ജോലി വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ജോലി കിട്ടി, ജോലി മാറണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ജോലി മാറി. അപ്പൊ എല്ലാം നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും തീവ്രമായിട്ട് ആഗ്രഹിച്ചതും അതിനുവേണ്ടി ആക്ഷൻസ് എടുത്ത് നടന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും സ്റ്റോറി കേട്ടിട്ടുണ്ടാവും.
അതായത് കല്യാണം കഴിക്കുന്നതായത് അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ച കല്യാണം കഴിക്കുന്നതേ പ്രാർത്ഥിച്ചുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് പ്രാർത്ഥിച്ചില്ല. കറക്റ്റ് അല്ലേ? കല്യാണം കഴിക്കണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അല്ലെ? കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കണം നമ്മളെ സ്ക്രിപ്റ്റ് എഴുതിയില്ല. അത് പിന്നീടാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നത്. കല്യാണം കഴിഞ്ഞു, ചോദിച്ചു, കിട്ടി. പിന്നെ കല്യാണത്തിന് ശേഷമുള്ള നേരത്തെ സിന്ധു മാം പറഞ്ഞതുപോലെ ഒറ്റപ്പെടൽ ഉണ്ടാവോ എന്നുള്ള ചിന്ത, ഒറ്റപ്പെടൽ ഉണ്ടായി. പിന്നെ നമ്മൾ തിരിച്ചറിയാണ് ആ ഒരു ചേച്ചിയും കൂടെ അവിടുന്ന് പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ചേച്ചി പോകുന്നതാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത്. അല്ലെങ്കിൽ ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ആ ചേച്ചി അവിടുന്ന് വീട് മാറി പോയിട്ടില്ലെങ്കിൽ ഇന്നും നമ്മൾ, അപ്പൊ ആ ചേച്ചി വീട് മാറി പോകുന്നത് വരെ എന്തിനാണ്, നമ്മളെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് യൂണിവേഴ്സ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്രയും നമ്മളെ കെയർ ചെയ്യും യൂണിവേഴ്സ്. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും, എല്ലാം തരും. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ചോദ്യങ്ങൾ കൃത്യമായിരിക്കണം, അതിൽ സൂക്ഷ്മത വേണം, കറക്റ്റായിട്ട് ചോദിക്കണം. ഗൂഗിളിനോട് ചോദിക്കുന്ന പോലെ, ഗൂഗിളിനോട് നിങ്ങൾ എത്ര കറക്റ്റായിട്ട് ചോദിക്കുമോ അത്രയും കറക്റ്റ് ആൻസർ തരും. സോ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, വിഷ്വലൈസ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് എത്ര ക്ലാരിറ്റിയോട് കൂടെ കാണാൻ പറ്റുമോ അത്രയും ക്ലാരിറ്റിയോട് കാണാനും ചോദിക്കാനും ശ്രമിക്കുക എന്നുള്ളത്. എനിവേ എല്ലാവരും പറഞ്ഞ തന്നെയാണ് ദിവ്യമം എനിക്ക് പറയാനുള്ളത്. യു ആർ നോട്ട് അലോൺ. ഓക്കെ, നിങ്ങൾ തനിച്ചല്ല, ഇവിടെ എല്ലാവരും ഉണ്ട്. ഒരു ബി മാജിക് മെമ്പർ എന്തല്ല തനിച്ചല്ല. ബി മാജിക് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അതിന്റെ ടാഗ് ലൈൻ ഉണ്ട്, ഫീൽ ദ മാജിക്. ഇവിടെ നമുക്ക് ആ മാജിക് ഫീൽ ചെയ്യാൻ സാധിക്കും. എനിവേ താങ്ക് യു. വലിയൊരു മോട്ടിവേഷൻ ആണ്. താങ്ക് യു സർ. അപ്പൊ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടായിരുന്നോ? ഞാൻ പറയാം. റസാഖ് സർ. നന്നായി ദിവ്യമോള് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. ഈ ഒരു ജീവിത കഥ ഇവിടെ പ്രസന്റ് ചെയ്യാൻ കാണിച്ചത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം നമ്മൾ കുറെ കഥകൾ ഇങ്ങനെ കെട്ടിവെച്ച്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കത്തിക്കേണ്ടത് കത്തിച്ചു പോയി, അതാണ് ശരി, കത്തിക്കേണ്ടതായിരുന്നു അത്. അതുപോലെ തന്നെ ഇതിവിടെ പ്രസന്റ് ചെയ്തതോടുകൂടി എന്തായി, കുറെ സംഭവം ഇവിടെ കത്തിത്തീർന്നു. ഈ മാജിക്കലി ഇന്നത്തെ ഒരു ദിവസം കുറെ ദിവ്യയുടെ കുറെ സംഭവങ്ങൾ ഇവിടെ കത്തി തീർന്നിട്ടുണ്ട്, അത് പ്രസന്റ് ചെയ്തതോട് കൂടി. ഇത് വലിയ സംഭവമാണ്. സാർ പറഞ്ഞതിൽ വലിയ ആഴങ്ങളിലേക്ക് ചിന്തിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട്. കാരണം നമ്മളെ ആത്മാവ് തെരഞ്ഞെടുക്കപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. അങ്ങനെ ഒരു തിയറി ഉണ്ട്, ഇല്ലാത്ത കഥയൊന്നല്ല, ഉള്ള കഥ തന്നെയാണ്. അങ്ങനെ തിയറി ഉണ്ട്. ആ ഒരു നമ്മള് നല്ല വ്യക്തികളാകാൻ വേണ്ടി സെലക്ട് ചെയ്ത അച്ഛനമ്മമാർ, സെലക്ട് ചെയ്ത ഭൂമി, ആ പ്രദേശം എങ്ങനെ ജീവിക്കണം എന്ന് സെലക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പൊ അതൊരു വേറെ കഥയാണ്. അതിന് തെളിവുകളൊന്നും നമുക്ക് ഹാജരാക്കാൻ കഴിയില്ല. അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടല്ലോ തെളിവില്ലാത്ത. അപ്പൊ ഈ പെട്ട സംഭവമാണ്. വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും ഇന്ന് ദിവ്യയുടെ ഒരുപാട്, അതായത് ചൈൽഡ്ഹുഡിലുള്ള കുറെ സംഭവങ്ങൾ ഇവിടെ കത്തി തീർന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് പ്രസന്റ് ചെയ്തതിൽ ഒടുവിൽ ഏതായാലും നന്നായി പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. ആദ്യമായിട്ടാണോ പ്രസന്റ് ചെയ്യുന്നത് എനിക്കറിയില്ല, ഒരുപാട് ക്ലാസ്സുകൾ എടുത്തത് ആദ്യമായിട്ടാണ്. ഓക്കെ, എന്തായാലും ആദ്യമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ദിവ്യ. താങ്ക് യു സോ മച്ച്. താങ്ക് യു റസാഖ് സർ. മണി സർ. മാജിക് മോർണിംഗ് ദിവ്യ മാം, നല്ല ക്ലാസ് ആയിരുന്നു, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. സ്വന്തം സ്റ്റോറി അതിൻ്റെതായ നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് പ്രസന്റ് ചെയ്തത്. പ്രത്യേകിച്ച് നിങ്ങൾ ഇത്രയും ഒരു ഒറ്റപ്പെടലിന്റെ ഉള്ളിലും സ്വന്തമായ ഒരു നിലപാട് ഉണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫയർ ഉണ്ട്, ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. അത് എന്ത് കാര്യത്തിനായാലും ശരി, വിവാഹത്തിനായാലും ശരി, സ്കൂട്ടർ പഠിക്കാനും കാറ് പഠിക്കാനും മികച്ച ജോലിക്കും ഇംഗ്ലീഷ് പഠിക്കാനും, അതുപോലെ ഈ ബി മാജിക്കിൽ അങ്ങനെ മെഡിറ്റേഷന്റെ കാര്യത്തിൽ സ്വന്തമായ ഒരു നിലപാടെടുത്ത് അത് പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അത് മുഴുവനാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രയത്നം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശരിയായ നല്ലൊരു കോൺഫിഡൻ്റ് ആയ ഒരു വ്യക്തി തന്നെയാണ്. ബി മാജിക്കിൽ വന്ന് പരിചയപ്പെട്ടതിൽ വളരെയേറെ സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മണി സർ. ഷാജൻ സർ. ദിവ്യ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളിലേക്ക് എടുക്കേണ്ട ഒരു സംഭവമാണ്. ഷെയ്ഖ് സാർ പറഞ്ഞ ഒരു പോയിന്റിലാണ് നമ്മൾ എല്ലാവരും നിൽക്കേണ്ടത്. നമ്മൾ അതിലേക്കൊക്കെ അടുക്കാൻ പരമാവധി നമ്മളെല്ലാവരും അതിലേക്കൊക്കെ അടുക്കാൻ നോക്കുക. നമ്മുടെ ജീവിതം നമ്മളാണ് ശരിക്ക് ഉണ്ടാക്കേണ്ടത്. നമ്മൾക്ക് അറിയാതെ ഇപ്പൊ നമ്മുടെ അടുത്ത തലമുറയൊക്കെ വളരെ
പഠിച്ചു തന്നെ ചെയ്യും എന്തായാലും അടുത്ത തലമുറയൊക്കെ. നമ്മളൊക്കെ അറിയാതെ വന്നവരല്ലേ. ഇപ്പോഴാണ് നമ്മൾ ഇതിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് മാറ്റാനുള്ള ശ്രദ്ധ. വളരെ മനോഹരമായിരുന്നു ഇന്നത്തെ എന്തായാലും പ്രോഗ്രാം. വീഡിയോ ഓൺ ആക്കിയിട്ട് തന്നെയാണ് ഇരുന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മുഫീദ, ഒരു കാര്യം സൂര്യ, ഇതല്ല നമ്മുടെ, ഞാനിപ്പോ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ബി മാജിക്കിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണുന്നത് 30 ബിലോ 30 ആളുകളാണ്. ഓക്കെ, ഇപ്പൊ ലീഡേഴ്സ് ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്ക് ശ്രദ്ധിക്കാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 60-65 അബവ് മെമ്പേഴ്സ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, അപ്പൊ പല ആളുകൾക്കും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഒരു 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 പുഷപ്പും ഒരു പുള്ളപ്പും ഒക്കെ എപ്പോഴും ആവശ്യമായിരിക്കും. പല ആളുകൾക്കും ഇതിൽ ജോയിൻ ചെയ്ത ഓരോ ആളുകളും രാവിലെ കാലത്ത് എണീക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും പോസിബിൾ ആയിരിക്കില്ല. നമ്മളുടെ ഒരു കോള്, നമ്മളൊരു വെയ്ക്കപ്പ് കോള് മതിയാവും ചിലപ്പോൾ അവരുടെ ലൈഫ് ചേഞ്ച് ആവാൻ. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അവരെ വിളിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ അതിന് തയ്യാറാവുമ്പോൾ നാളെ അവരുടെ കഥയിൽ നമ്മളുടെ പേര് വരും. ഓക്കെ, നേരത്തെ ദിവ്യയുടെ കഥയിൽ ഒരാളുടെ പേര് പറഞ്ഞതുപോലെ, മെഗാ മാമിന്റെ ലൈഫിൽ ഒരാളുടെ പേര് പറഞ്ഞതുപോലെ, നിങ്ങൾ മറ്റൊരാളുടെ കഥയിൽ പേരാകുമ്പോഴാണ് നമ്മുടെ ലൈഫ് ശരിക്കും ഫുൾഫിൽ ആവുക. ക്ലിയർ ആണോ? സേഫ് വളപ്പുറ എന്നുള്ള ഞാൻ നിങ്ങളുടെ ആരുടെങ്കിലും കഥകളിൽ വരുമ്പോഴാണ് എൻ്റെ ലൈഫ് എന്ത് ചെയ്യുന്നത്, ഫുൾഫിൽ ആകുന്നത്. അങ്ങനെ നിങ്ങളുടെ ലൈഫ് ഇറ്റ്സ് അവർ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ വരാത്ത ആളുകൾ ഒന്ന് വിളിക്കാനും എന്താണ് വരാത്തെന്ന് ചോദിക്കുക. അതായത് അവരെ കുറ്റപ്പെടുത്തി ചോദിക്കല്ലേ, എന്ത് സപ്പോർട്ടാണ് വരുന്നതിന് വേണ്ടി ചെയ്യേണ്ടത്. രാവിലെ വിളിക്കണോ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, അത് കേൾക്കാൻ നമ്മളോട് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുക യൂണിവേഴ്സിന്റെ ഏറ്റവും വലിയ തിയറിയാണ് ഗിവേഴ്സ് ഗെയിൻ എന്ന് പറയുന്ന തിയറി. ഓക്കെ, നമ്മൾ എത്ര കൊടുക്കോ അത്രയും നമ്മുടെ ലൈഫ് വളർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, വാട്ട് യു വിൽ ഗിവ് യു വിൽ ഗെറ്റ് ബാക്ക്. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് തിരിച്ചു കിട്ടുക. നിങ്ങൾ സന്തോഷം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങളൊരാളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ 100 പേര് വരും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെ മാക്സിമം ഇതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ നമ്മൾ സ്റ്റുഡൻസിന് ഓൾറെഡി ഇത് ഫ്രീ ആക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ ചെയ്യുക. നമ്മളെ ഗ്രൂപ്പിൽ വന്ന ആൾക്കാരാണ്. അപ്പൊ ഒരിക്കലും ലീഡേഴ്സിന് മാത്രമോ നമ്മുടെ ടീം മെമ്പേഴ്സിന് മാത്രമോ ഇത്രയും 60 പേരെ ഡയലി വിളിക്കാനോ എല്ലാരെയും കൊണ്ടുവരാൻ സാധിക്കില്ല. പക്ഷെ നമ്മളെല്ലാവരും ഓരോ ആളുകളെ വിളിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരാൾ മറ്റൊരാളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ വിളിക്കാനുണ്ടാവുള്ളൂ. അതേസമയത്ത് ലീഡേഴ്സ് വിളിക്കാൻ ഒരു 10 പേരെ വിളിക്കേണ്ടി വരും. നമ്മുടെ ടീം മെമ്പേഴ്സ് വിളിക്കാൻ 65 പേരെ വിളിക്കണം. ഒരാൾക്ക് ഒരാളെ വിളിച്ചാൽ മതി. ഒരാളെ വിളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ വരും. അപ്പൊ നാളെ മുതൽ ആ ഒരു മാറ്റം ഗ്രൂപ്പിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. അപ്പം ഇന്നത്തെ ഹലോ, ബഷീർ സർ മ്യൂട്ടാണ്. ഒരു അനുഭവം പങ്കെടുത്തത് ഞാൻ എന്റെ ബാല്യത്തിലേക്ക് പോയി. അങ്ങനെ ഞാൻ ഇതേമാതിരി അനുഭവിച്ചതാണ്. ഒന്നുമില്ല, അത് പാർട്ട്ണറില്ല, ഞങ്ങൾക്ക് വാപ്പക്കും ഉമ്മക്കും ഒരു മകനാണ്. അപ്പൊ അതിൻ്റെതായ ഞാൻ ആ ഏകാന്തത തീർത്ത് ആൺകുട്ടിയാളിന്റെ പേരിൽ എനിക്ക് അന്ന് ഷോപ്പിൽ പോയി ഇരുന്നിട്ട് കസ്റ്റമേഴ്സായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് മാക്സിമം ഞാൻ വീട് ഒഴിവാക്കി. ഒറ്റപ്പെടല് ഏതായാലും നല്ല ഓരോ സംഭവങ്ങളും നമ്മൾ ആഗ്രഹിച്ച് ആ ഗോൾ സെറ്റ് ചെയ്ത് അത് സ്കൂട്ടർ ആയാലും സ്കൂട്ടറൊക്കെ പഠിച്ച കഥ ഇങ്ങനെ വല്ലാതെ ആ കയറ്റത്തിലേക്ക് വണ്ടി ഇങ്ങനെ കയറ്റിക്കൊണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിശ്വസിച്ച് ഒരു പെൺകുട്ടി അതൊക്കെ നല്ല സൊസൈറ്റിനെ നമ്മളെ ചാലഞ്ച് ചെയ്യാണ്. നമ്മൾ ചാലഞ്ച് ചെയ്യുമ്പോൾ നമ്മള് നന്നായി കിട്ടും. എനിക്ക് ഇന്ന് ബെറ്റർ ആകാൻ ഓരോ ദിവസവും ഒരു പെർസെന്റേജ് ഞാൻ ബെറ്റർ ആകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വിൽ ബിക്കം സംതിങ്. ഓക്കെ, താങ്ക് യു ഫോർ ഷെയറിങ് യുവർ സ്റ്റോറി. താങ്ക് യു സർ. ഇത്രയും നല്ലൊരു അപ്രീസിയേഷൻ ഒരു പക്ഷേ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്ത സാജൻ സാറ്, ഉണ്ണിയേട്ടൻ, പ്രീതേച്ചി, ഇവരൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചേച്ചിയും ചേട്ടന്മാരുമാണ് എന്ന് എനിക്കൊരു തോന്നല് വന്നത് ഇപ്പോ ഇത് ഈ കുടുംബത്തിൽ വന്നതിന് ശേഷമാണ്. ഒരുപാട് സന്തോഷം. എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അപ്രീസിയേഷൻ ആണിത്. എന്റെ മനസ്സിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഞാൻ അനുഭവിച്ചുകൊണ്ട്. ഹലോ ദിവ്യ. ഹലോ, ഹലോ ചേച്ചി.
ആ, എന്താ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയി. എന്തായാലും വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ബാല്യം ഉണ്ടായതെന്നുണ്ടെങ്കിലും നീ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നിന്റെ മനസ്സിലുള്ള ആ ഒരു ബേണിംഗ് ഡിസൈർ, അതിന്റെ ആ ഒരു ശക്തി കൊണ്ട് തന്നെയാണ് ഇതുവരെ എത്തുന്നത് വിശ്വസിക്കുക. അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും ഇനിയും ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ യൂണിവേഴ്സ് നമുക്ക് അവസരം തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ബി മാജിക് കമ്മ്യൂണിറ്റി. അതിനെ മുറുക്കെ പിടിക്കുക, നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു ദിവ്യ, താങ്ക് യു സോ മച്ച്. Thank you so much. ഇത് പോയോ? മുഫീദ, സിന്ധു അതിന്റെ പിള്ളേര് ഓ സോറി, ഞാൻ അൺമ്യൂട്ടായെന്ന് വിചാരിച്ച് സംസാരിക്കായിരുന്നു. സോറി ഓൾ. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം ഏകദേശം ആയിട്ടുണ്ട്. സോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. വൺസ് അഗെയിൻ ദിവ്യ മാം, താങ്ക് യു സോ മച്ച്. നല്ലൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. Thank you. Thank Thank you you all. so much. Thank you all. താങ്ക് യു മുഫീദ, താങ്ക് യു ദിവ്യ, Thank you all. Thank you.